ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ ക്ഷേത്രത്തിലേക്കുള്ള നടപ്പുര ആരംഭിക്കുന്നയിടത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. സ്ഥിരമായി വെള്ളം ഒഴുകി ഈ ഭാഗത്തെ റോഡ് തകർന്ന സ്ഥിതിയാണ്. ദർശനത്തിനെത്തുന്നവരടക്കമുള്ളവർക്ക് പരന്നുകിടക്കുന്ന ചെളിവെള്ളത്തിൽ ചവിട്ടി വേണം നടക്കാൻ. സ്ഥിരമായി വെള്ളക്കെട്ട് മൂലം ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളും ദുരിതത്തിലാണ്. ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം ആരംഭിച്ചാൽ പടിഞ്ഞാറേ നട ചെളിക്കുളമാകുന്നതാണ് ആഴ്ചകളായുള്ള അവസ്ഥ. ഓണത്തിരക്ക് ആരംഭിക്കാനിരിക്കെ എത്രയും വേഗം പൈപ്പ് നന്നാക്കി പ്രശ്നം പരിഹരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ അവിടെ ശുദ്ധജലം പാഴായി പോകാൻ തുടങ്ങിയിട്ട്, റോഡ് പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. നിരവധി തവണ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവരും നഗരസഭയുടെ ജനപ്രതിനിധികളും അടക്കം എല്ലായിടത്തും പരാതികളുമായി സമീപിച്ചിട്ടുള്ളതാണ്. ഇതിനെയൊക്കെ വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സമീപനമാണ് ദേവസ്വം ഭരണ സമിതിയുടെ ഭാഗത്തുനിന്നും വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും PWയുടെ ഭാഗത്തുനിന്നും അടക്കമുള്ള മേധാവികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. വലിയ ദുരിതമാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ അടക്കമുള്ള നാട്ടുകാർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൗൺസിലർ CS സൂരജ്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, നേതാക്കളായ ബാലൻ വാറനാട്ട്, VS നവനീത്, ശശികുമാർ പട്ടത്താക്കിൽ, VT ഷാജൻ എന്നിവർ സംസാരിച്ചു.